ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാണ്ടം മെക്കാനിക്സ് ആണ്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു റിവിഷൻ ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. ഈ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന മൊഡ്യൂൾ നമുക്ക് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ്. ഭയങ്കര കട്ട് ആൻഡ് ഷോർട്ട് ചെയ്തിട്ടുള്ളൊരു മൊഡ്യൂളാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതിലുള്ള കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയായിട്ട് പഠിക്കണം. കാരണം ഓൾമോസ്റ്റ് അതിലുള്ള കാര്യങ്ങളെല്ലാം ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. എന്നാലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ ഈ മൊഡ്യൂളിനകത്ത് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നത് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും ഈ പ്രിൻസിപ്പിളിൻ്റെ രണ്ട് ആപ്ലിക്കേഷനും ഉണ്ട്. ആ ആപ്ലിക്കേഷനും അതാണ് നമ്മൾ നോക്കേണ്ടത്. അത് ഓൾമോസ്റ്റ് എക്സാംസിന് മിക്കവാറും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നമുക്കറിയാം. എന്താ നമുക്കാണെങ്കിൽ ഒരു മൂവിങ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷനെയോ മൊമെൻറ്റത്തിനെയോ സൈമൾട്ടേനിയസ് ആയിട്ട് കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. ഇഫ് നമ്മുടെ പൊസിഷൻ കറക്റ്റായിട്ട് മെഷർ ചെയ്താൽ മൊമെൻറ്റത്തിൽ ഇറർ ഉണ്ടാവും. ഇഫ് നമ്മൾ മൊമെൻറ്റമാണ് കറക്റ്റായിട്ട് മെഷർ ചെയ്യുന്നതെങ്കിൽ പൊസിഷനിൽ ഒരു എറർ ഉണ്ടാവും. രണ്ടും സൈമൾട്ടേനിയസ്ലി നമുക്ക് കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ ആ ഇററിൻ്റെ വാല്യൂ ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഡെൽറ്റ എക്സ് പൊസിഷനിൽ ഉണ്ടാവുന്ന ഇറർ, ഡെൽറ്റ പി മൊമെൻറ്റത്തിൽ ഉണ്ടാവുന്ന ഇറർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് കട്ട് ബൈ 2. എച്ച് കട്ട് എന്ന് പറയുന്നത് എച്ച് ബൈ 2π ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π എന്ന് നമുക്ക് എഴുതാം കേട്ടോ. അപ്പൊ എച്ച് കട്ട് എന്ന് പറയുന്നത് എച്ച് ബൈ 2π ആണെന്ന് ഓർക്കുക. ഇതാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന് രണ്ട് ആപ്ലിക്കേഷൻ ഉണ്ട്. ന്യൂക്ലിയസിനകത്ത് ഇലക്ട്രോൺ ഇല്ല എന്നുള്ളതും പിന്നെ നാച്ചുറൽ ലൈൻ ബ്രോഡനിങ്ങും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ തന്നെയായിട്ട് അങ്ങനെ ചോദിക്കത്തില്ല. എപ്പോഴും ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനും കൂടി ചോദിക്കും. അപ്പോൾ അത് രണ്ടും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് അപ്പോൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ നോക്കാം. ആബ്സെൻസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനുള്ളിൽ ഇലക്ട്രോൺ ഇല്ല എന്നുള്ളത് നമുക്കറിയാം. നമ്മളിപ്പോൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വെച്ചിട്ട് പ്രൂവ് ചെയ്യുകയാണ് ആബ്സെൻസ്, ഇലക്ട്രോണിൻ്റെ ആബ്സെൻസ് പ്രൂവ് ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എഴുതുക. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π അല്ലെങ്കിൽ എച്ച് കട്ട് ബൈ 2. എച്ച് ബൈ 4π എന്നാണ് നമ്മൾ തൽക്കാലം ഇവിടെ എഴുതാം. ഇനി നമുക്കറിയാം പി മൊമെന്റം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി ആണല്ലോ, എം വി ആണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഡെൽറ്റ പി ആണ് അല്ലേ, വേരിയേഷൻ ഇൻ പി ആണ് വേണ്ടത്. അപ്പം ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഓഫ് എം വി എന്ന് നമുക്ക് എടുക്കാം. മാസ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അവിടെ ഡെൽറ്റ കൊടുക്കേണ്ട ആവശ്യമില്ല, മാസിനെ പുറത്തെടുത്തു. സോ ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു എം ഡെൽറ്റ വി എന്ന് നമുക്ക് എഴുതാം. ഇനി അത് നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പിക്ക് പകരം ഡെൽറ്റ എക്സ് എം ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു എച്ച് ബൈ 4π. ഇനി ഇതിനകത്തുനിന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് വെലോസിറ്റിയുടെ ഒരു ടേം ആണ്. അപ്പോൾ വെലോസിറ്റിയുടെ ടേമിൽ നിന്നാണ് നമ്മൾ ഇലക്ട്രോണിന്റെ ആബ്സെൻസിലേക്ക് എത്തിപ്പെടുന്നത്, ഇല്ല എന്നുള്ളത് എത്തിപ്പെടുന്നത് പ്രൂവ് ചെയ്യണ്ടേ. അപ്പോൾ ഡെൽറ്റ വി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കിട്ടും? എച്ച് ബൈ ഡെൽറ്റ വി മാത്രം ഇട്ടിട്ട് ബാക്കിയെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നു എച്ച് ബൈ 4π എം ഡെൽറ്റ എക്സ് എന്ന് കിട്ടും. ഇവിടെ എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് നമുക്കറിയാം 4π എം മാസ് ഓഫ് ഇലക്ട്രോൺ 9.1 ഇൻറ്റു 10⁻⁻31 ആണെന്നറിയാം. ഈ കോൺസ്റ്റന്റുകളെല്ലാം നമുക്കറിയാം. ഇനി ഇവിടെ നമുക്ക് അറിയേണ്ടത് ഡെൽറ്റ എക്സ് ആണ്. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊസിഷനെ അല്ലേ നമ്മൾ കാണിക്കാം. അപ്പൊ ന്യൂക്ലിയസിനകത്ത് ഇലക്ട്രോൺ ഇല്ലെന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ ന്യൂക്ലിയസ് ആണ് നമ്മുടെ ഇവിടുത്തെ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്, ഇത് നമ്മുടെ ന്യൂക്ലിയസ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ ഇത്രയും പൊസിഷനിൽ ഇലക്ട്രോൺ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അല്ലേ. ഈ ന്യൂക്ലിയസിനുള്ളിൽ ഇത്രയിടത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയണം. നമുക്കറിയാം ഏകദേശം ഒരു ന്യൂക്ലിയസിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 10⁻⁻14 മീറ്റർ ആണ് റേഡിയസ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയസിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡയമീറ്റർ ഇസ് ഈക്വൽ ടു 2 ടൈംസ് റേഡിയസ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ 2 ഇൻറ്റു 10⁻⁻14 മീറ്റർ എന്ന് നമുക്ക് ഡയമീറ്റർ കിട്ടും.
ചെറിയ ഡയമീറ്ററിനെയാണ് നമ്മളിവിടെ ഡെൽറ്റ എക്സ്, കാരണം ഈ ഡയമീറ്ററിനുള്ളിലായിരിക്കുമല്ലോ ഇലക്ട്രോൺ ഉണ്ടാവണമെങ്കിൽ ഇത്ര ഏരിയക്കുള്ളിലായിരിക്കും കാണേണ്ടത്. അപ്പം നമുക്ക് എല്ലാ വാല്യൂസും കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെൽറ്റ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു എല്ലാത്തിൻ്റെയും കോൺസ്റ്റന്റ് വാല്യൂസ് ഇട്ട് കൊടുത്തു. അപ്പം നമുക്ക് 2.9 ഇൻറ്റു 10⁻⁹ മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് കിട്ടിയത്. നിങ്ങൾ ആലോചിക്കണം, നമ്മളിപ്പം ന്യൂക്ലിയസിനകത്ത് ഒരു ഇലക്ട്രോൺ കാണുവാണെങ്കിൽ ഈ ഇലക്ട്രോൺ ന്യൂക്ലിയസിനകത്ത് മൂവ് ചെയ്യുന്നെങ്കിൽ ആ മൂവ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ വെലോസിറ്റിയുടെ അൺസർട്ടനിറ്റി അല്ലെങ്കിൽ ഇററാണ് നമ്മൾ കണ്ടുപിടിച്ചത് അല്ലേ. ഇറർ ഇൻ വെലോസിറ്റി ആണ് നമ്മൾ ഡെൽറ്റ വി എന്ന് പറയുന്നത്. അപ്പം ഇറർ തന്നെ 2.9 ഇൻറ്റു 10⁻⁹ മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ആക്ച്വൽ വെലോസിറ്റി എത്രയാവാം? അതിലും വലുതാവാം അല്ലേ. നമ്മൾ പറയുന്ന വാക്വത്തിൽ കൂടിയിട്ട് പോകുന്ന ലൈറ്റിന്റെ വെലോസിറ്റി പോലും 3.8 ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിലും സ്പീഡിൽ സഞ്ചരിക്കുവാണ് ഇലക്ട്രോൺ ന്യൂക്ലിയസിനകത്ത് എന്നാണ് പറയുന്നത്, ഇറർ ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ആണ് അല്ലേ, അതൊരിക്കലും പോസിബിൾ അല്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് എന്ത് കൺക്ലൂഡ് ചെയ്യാം? വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ഇലക്ട്രോൺ കനോട്ട് ബി ഫൈൻഡ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അത്രയാണ് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ. നോക്കാം, നാച്ചുറൽ ലൈൻ ബ്രോഡനിങ്. അപ്പം ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിലിരിക്കുന്ന ഒരു ആറ്റം അത് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുന്ന സമയത്ത് എന്താ ചെയ്യുക? എനർജി പുറത്തേക്ക് പോകും അല്ലേ, hν എനർജി പുറത്തേക്ക് പോകും. ഇതിനെ നമ്മൾ സ്പെക്ട്രൽ ലൈൻസ് ആയിട്ടൊക്കെ നോക്കും എന്നൊക്കെ നമുക്കറിയാം, ലൈൻ സ്പെക്ട്രകൾ. അപ്പം ഇത് ലൈനല്ല, ഒരു ബ്രോഡൻ ആയിട്ടുള്ള ഒരു ബാൻഡ് പോലെയാണ് നമുക്ക് കിട്ടുന്നത് എന്നാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. സെക്കൻഡ് ആപ്ലിക്കേഷൻ പറയുന്നത് നാച്ചുറൽ ലൈൻ ബ്രോഡനിങ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എനർജി മൊമെന്റം അൺസർട്ടനിറ്റിയാണ് വേണ്ടത്. നമ്മളിപ്പോൾ പൊസിഷൻ മൊമെന്റം അൺസർട്ടനിറ്റി അല്ലേ നോക്കിയത്, അതേപോലെ എനർജി മൊമെന്റം അൺസർട്ടനിറ്റി എന്നാണ് നമ്മൾ ഇത് പ്രൂവ് ചെയ്യുന്നത്. അപ്പം അതിനും ആദ്യമേ നമ്മൾ പൊസിഷൻ മൊമെന്റം അൺസർട്ടനിറ്റി എഴുതുക. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. നമുക്കറിയാം ഇനിയും കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ½ ആണെന്നല്ലേ. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു ½ ആണ്. ഡെൽറ്റ ഇ എന്ന് പറയുന്നത് ഡെൽറ്റ ഓഫ് ½ എന്ന് കിട്ടും. ഇനി എന്താണ് ഞാൻ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്, ഇതിനകത്ത് ഹാഫും എമ്മും കോൺസ്റ്റന്റ് ആണ്. നമ്മളത് ഡെൽറ്റയ്ക്കകത്ത് ഇടേണ്ട ആവശ്യമില്ല, മാറ്റിയിട്ട് ഡെൽറ്റ ആർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ? v² കൊടുത്തു. v² നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടും? 2v ഡെൽറ്റ വി അല്ലേ. ഇതാണ് ഡെൽറ്റ v² എന്ന് പറയുന്നത് 2v ഡെൽറ്റ വി എന്ന് കിട്ടും. ഇനിയും ഇതിൽ v എന്ന് പറയുന്നതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? വെലോസിറ്റി ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് അല്ലേ, ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ആണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പം ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു എം വിക്ക് പകരം ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ഇൻറ്റു ഡെൽറ്റ വി. 2ഉം ഒക്കെ കട്ടായി പോയി. ഓക്കെ, അങ്ങനെ നമുക്ക് ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഡെൽറ്റ ടി. എം ഇൻറ്റു ഡെൽറ്റ വിനെ നമ്മൾ എങ്ങനെ എഴുതും? എം ഇൻറ്റു ഡെൽറ്റ വിനെ നമുക്ക് ഡെൽറ്റ പി എന്ന് എഴുതാം. അങ്ങനെ എഴുതി. അങ്ങനെ ഫൈനലി നമുക്ക് ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ഇൻറ്റു ഡെൽറ്റ പി എന്ന് കിട്ടും. ഇനി ഇവിടെ നമുക്ക് വേണ്ടത് എന്താ? നമ്മൾ എനർജി മൊമെന്റം അൺസർട്ടനിറ്റിയാണ്. എനർജി മൊമെന്റം അൺസർട്ടനിറ്റി എന്ന് പറയുമ്പം ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി ആണ് നമുക്ക് വേണ്ടത്. കണ്ടോ, ഡെൽറ്റ ഇയും ഡെൽറ്റ ടിയും. അപ്പോൾ ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്തായിട്ടാ? ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഇത് കിട്ടും. ഓൾറെഡി നമുക്കറിയാം ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം ചെയ്യണം. ഇവിടുന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നാച്ചുറൽ ലൈൻ ബ്രോഡനിങ്. കാരണം എന്താ? നമുക്ക് എനർജിയാണ് വേണ്ടത് അല്ലേ. സ്പെക്ട്രം വേണമെങ്കിൽ നമുക്ക് എനർജി മനസ്സിലാക്കണം. അപ്പൊ എനർജിയുടെ ഒരു ടേം ഉണ്ടെങ്കിലേ നമുക്ക് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് ഇനി ഇവിടുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π ആണെന്ന് നമുക്കറിയാം. ഇനി നമുക്കറിയാം ഒരു സ്പെക്ട്രം, ഒരു ആറ്റം എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്നു, അത് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുന്നു.
ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പം അതെന്ത് ചെയ്യും, അതിൻ്റെ എനർജീനെ അങ്ങ് കളയും. ആ എനർജി എന്ന് പറയുന്നത് എച്ച് മ്യൂ ആണ് എന്ന് നമുക്കറിയാം അല്ലേ. ഇ ഈസ് ഈക്വൽ ടു ഫോട്ടോൺ എച്ച് മ്യൂ. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, എച്ച് ഇൻറ്റു ഡെൽറ്റ മ്യൂ എന്ന് എഴുതാം, എച്ച് കോൺസ്റ്റന്റ് ആയതുകൊണ്ട്. ദെയർഫോർ ഇവിടെ നമുക്ക് ഡെൽറ്റ ഇക്ക് പകരം എന്തിട്ട് കൊടുക്കാം, എച്ച് ഡെൽറ്റ മ്യൂ എന്നിട്ട് കൊടുക്കാം. ഇൻറ്റു ഡെൽറ്റ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π. ദെയർഫോർ ഡെൽറ്റ മ്യൂ ഈസ് ഈക്വൽ ടു 1/4π ഡെൽറ്റ ടി എന്ന് കിട്ടും. ഇതിന് എന്താ മനസ്സിലാക്കുക, നമ്മുടെ ആ ഫ്രീക്വൻസി നമുക്ക് കിട്ടുന്ന സ്പെക്ട്രൽ ലൈൻസ് ഉണ്ടല്ലോ, അതിന് ഓരോന്നിനും ഓരോ ഫ്രീക്വൻസി ഉള്ള അല്ലെങ്കിൽ ഓരോ വേവ് ലെങ്തുകളുള്ള സ്പെക്ട്രൽ ലൈൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന മ്യൂ ഈസ് ഈക്വൽ ടു സംതിങ് കിട്ടണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ മ്യൂവിന് എന്തുണ്ട്, ഒരു ഇറർ ഉണ്ട് എന്നാ പറയുന്നത്. ഡെൽറ്റ മ്യൂ ഈസ് ഈക്വൽ ടു 1/4π ഡെൽറ്റ ടി, ഒരു ഇറർ അവിടെ ഉണ്ടാവുന്നുണ്ടെന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന സ്പെക്ട്രൽ ലൈൻ എന്ന് പറയുന്നത് അത് ആക്ച്വലി ലൈൻ അല്ല, അതൊരു ബാൻഡ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇത്ര റീജിയൻ മുതൽ ഇത്ര റീജിയൻ വരെ ഫ്രീക്വൻസി ഉള്ള ഒരു ഇത്, അങ്ങനെ നമുക്ക് കിട്ടുന്നത്. അല്ലാതെ നമുക്കൊരു സ്പെസിഫിക് ഫ്രീക്വൻസി ആയിട്ടല്ല കിട്ടുന്നത്. അതാണ് നമ്മൾ ഈ നാച്ചുറൽ ലൈൻ ബ്രോഡനിങ്ങിൽ നിന്നും പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ചെറിയ മാർക്കിന് ചോദിക്കാം, എസ്സേക്കകത്ത് പാട്ടായിട്ട് ചോദിക്കാം. അപ്പം ഇത് നോക്കി വെക്കുക. ഇനി ഈ ഒരു മൊഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിംഗർ വേവ് ഇക്വേഷനും ടൈം ഡിപ്പെൻഡൻറ്റും. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്തായാലും ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ചോദിക്കും, രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കും, ചിലപ്പോൾ രണ്ടും ചോദിക്കാം. ചില ക്വസ്റ്റ്യൻസിൽ ടൈം ഇൻഡിപെൻഡൻറ്റ് ചോദിച്ചിട്ട് അതുവഴി ടൈം ഡിപ്പെൻഡൻറ്റ് എഴുതാനൊക്കെ ചോദിക്കും. ചിലപ്പം ഇൻഡിപെൻഡൻറ്റ് മാത്രം ചോദിക്കാം, ഡിപ്പെൻഡൻറ്റ് മാത്രം ചോദിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ പാർട്ടിക്കുലറിനെ 1 ഡയമെൻഷണൽ ബോക്സോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് പഠിക്കാതെ ഒരിക്കലും പോകരുത്, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സിൽ. അപ്പോൾ ഇവിടെ നമ്മൾ അത്ര ഡീപ്പായിട്ട് പോകുന്നില്ല, നമുക്ക് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്ത് പോവാം. നമുക്കറിയാമല്ലോ, ഇവിടെ നമ്മളൊരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യുന്നു. പാർട്ടിക്കിൾ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന സമയത്ത് പാർട്ടിക്കിളിന് വേവ് ഇല്ല, പാർട്ടിക്കിളായിട്ട് തന്നെ നിൽക്കുകയാണ്. പക്ഷെ പാർട്ടിക്കിൾ മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേന് പാർട്ടിക്കിളിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് വേവ് ഉണ്ട്, മാറ്റർ വേവുകൾ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളൊരു വേവിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ വേവ് എക്സ് വൈ ഇസഡ് കോർഡിനേറ്റ്സ് വെച്ചിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരു വേവാണ്. ടൈം ടിക്ക് അനുസരിച്ചിട്ട് ഈ വേവിന് വേരിയേഷൻസ് സംഭവിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സൈ എന്ന് പറയുന്നത് വേവിൻ്റെ ഫങ്ഷൻ ആണെന്ന്, വേവ് ഫങ്ഷൻ ആണെന്ന് നമുക്ക് പറയാം. ആണെങ്കിൽ സൈ എന്ന് പറയുന്നത് എന്താ, ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്ന ഒരു വേവ് ഫങ്ഷൻ ആണല്ലേ. അപ്പം നമ്മൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്നാണ്, ഒരു വേവിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വേവ് ഫങ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ ഇസഡ് ടൈമിനെ വേരി ചെയ്യുന്ന ഒരു വേവിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ ഇസഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/u സ്ക്വയർ ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ. ഇവിടെ യു എന്ന് പറയുന്നത് വേവിൻ്റെ വെലോസിറ്റി ആണ്, ഇനീഷ്യൽ ആയിട്ടുള്ള വെലോസിറ്റി. ഇനിയും ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആയിട്ട് നമ്മൾ എഴുതുന്നത് സൈ ഓഫ് എക്സ്, സൈ എന്ന് പറയുന്നത് എക്സ് വൈ ഇസഡ് ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു സൈ സീറോ. സൈ സീറോ എന്ന് പറയുന്നത് പാർട്ടിക്കിളിൻ്റെ ആ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്. ആംപ്ലിറ്റ്യൂഡ് ആയതുകൊണ്ട് തന്നെ ആംപ്ലിറ്റ്യൂഡിൻ്റെ സൈ സീറോ എന്ന് പറയുന്ന ടൈം എക്സിനെ വൈനെ ഇസഡിനെ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. ടൈമിന് വേറൊരു ഫംഗ്ഷൻ ഉണ്ട്, അതാണ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഡിഫറൻഷ്യൽ ഇക്വേഷനും കിട്ടി, ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനും നമുക്ക് കിട്ടി. ഓക്കെ, ഇനിയും നമ്മൾ ഈ സൊല്യൂഷനിൽ നിന്നും ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്ന് നമുക്ക് നോക്കാം. ഇനി എക്സ് വൈ ഇസഡ് എന്നൊക്കെ നമ്മൾ നീട്ടി എഴുതുന്നതിന് പകരം നമുക്ക് എക്സ് വൈ ഇസഡ് നമുക്കറിയാമല്ലോ, പൊസിഷൻ വെക്ടേഴ്സ് ആണെന്നറിയാം. അപ്പോൾ അതിനെ നമ്മൾ കോമൺ ആയിട്ട് ആർ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനെ റീറൈറ്റ് ചെയ്ത് സൈ ഓഫ് ആർ ടി ഈസ് ഈക്വൽ ടു സൈ സീറോ ഓഫ് ആർ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി, സൈ ഈസ് ഈക്വൽ ടു സൈ സീറോ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി എന്ന് എഴുതി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞാൽ സൈ ഈസ് ഈക്വൽ ടു സൈ സീറോ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി എന്ന് പറയുന്ന ഇക്വേഷനെ നമ്മൾ
രണ്ട് വട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ് ടിയുടെ ടേംസിൽ. ടൈമിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഇപ്പം നിങ്ങൾ ഡിഫറൻഷിയേഷൻ ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ടൊക്കെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഇത് കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്തു ഡോ സൈ ബൈ ഡോ ടി ചെയ്തപ്പോൾ നമുക്ക് സൈ 0 ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി ഇൻറ്റു ഐ ഒമേഗ എന്ന് കിട്ടി. സെക്കൻഡ് ടേം ഡിഫറൻഷിയേറ്റ് രണ്ടാമത് അതിനെ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു സൈ 0 ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി ഇൻറ്റു ഐ ഒമേഗ കിട്ടി. ഇതിനെ നമുക്ക് എല്ലാം കൂടെ ഒന്ന് ഷോർട്ടായിട്ട് എഴുതുമ്പം സൈ 0 ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി ഐ ഇൻറ്റു ഐ എന്ന് പറയുന്നത് നമുക്കറിയാം ഐ സ്ക്വയർ -1 ആണെന്നറിയാം. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? മൈനസ്, ഓൾറെഡി ഇവിടെ മൈനസും മൈനസും പ്ലസ് ആയി, ഐ ഇൻറ്റു ഐ സ്ക്വയർ -1, അപ്പോൾ വീണ്ടും മൈനസ് ആയി, അപ്പം മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഫൈനലി നമുക്ക് എന്ത് എഴുതാം? ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു സൈ 0 ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് എഴുതാം. ഇതിനകത്ത് സൈ 0 ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി എന്തായിരുന്നു? സൈ ആണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ അതാണ് ഇക്വേഷൻ നമ്പർ 5 ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ സൈ എന്ന് നമുക്ക് കിട്ടി. ഇനിയും സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ ഫ്രം ഇക്വേഷൻ 5 ടു ഇക്വേഷൻ 1, നമ്മുടെ ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതിനകത്തോട്ട് നമ്മൾ ഇക്വേഷൻ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. 1 ബൈ യു സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ എന്നൊരു ടേം ഉണ്ടായിരുന്നല്ലോ. അവിടെ ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയറിന് പകരം നമ്മൾ മൈനസ് ഒമേഗ സ്ക്വയർ സൈ ഇട്ട് കൊടുത്തു. യു സ്ക്വയർ അങ്ങനെ തന്നെ കിടപ്പുണ്ട്. അങ്ങനെ നമുക്കിത് ഈക്വേഷൻ കിട്ടും. ഇതെല്ലാം ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. നമുക്കിപ്പോൾ ഫൈനലി കിട്ടിയ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്തു. എല്ലാത്തിനെയും LHSൽ കൊണ്ടുപോയി. അപ്പോൾ RHSൽ ഒന്നുമില്ല. അതാണ് ഇക്വേഷൻ നമ്പർ 6 എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കാം. നമുക്ക് ഓൾറെഡി അറിയാം ഒമേഗ എന്ന് പറയുന്നത് 2π മ്യൂ ആണെന്നറിയാം. ആൻഡ് യു ഇസ് ഈക്വൽ ടു വെലോസിറ്റി യു ഇസ് ഈക്വൽ ടു മ്യൂ ലാംഡ എന്നും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഒമേഗ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഒമേഗ ഇസ് ഈക്വൽ ടു 2π മ്യൂ ആണ്. മ്യൂ എന്ന് പറയുന്നത് യു ഇസ് ഈക്വൽ ടു മ്യൂ ലാംഡയാണ്. അതിൽ നിന്ന് മ്യൂ ഇസ് ഈക്വൽ ടു യു ബൈ ലാംഡ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒമേഗ ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 2π യു ബൈ ലാംഡ എന്ന് എഴുതാം. ഇതിൽ നിന്ന് ഒമേഗ ബൈ യു കണ്ടുപിടിക്കാമല്ലോ. യുവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഒമേഗ ബൈ യു ഇസ് ഈക്വൽ ടു 2π ബൈ ലാംഡ എന്ന് കിട്ടും. ഓക്കെ, ഇക്വേഷൻ നമ്പർ 7 അതവിടെ കിടക്കട്ടെ. ഇനിയും നമുക്കറിയാം നമ്മൾ ഈ ഇക്വേഷൻ നമ്പർ 6നകത്ത് ഈ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ, ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ, ഡോ സ്ക്വയർ ബൈ ഡോ ഇസഡ് സ്ക്വയർ, ഈ ഇത്രയും സൈ അങ്ങ് കോമൺ ആയിട്ട് എടുത്തങ്ങ് മാറ്റി വയ്ക്കാം. ഈ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ ഇസഡ് സ്ക്വയർ, ഇതിനെയാണ് നമ്മൾ ഡെൽ സ്ക്വയർ അല്ലെങ്കിൽ ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ, ഒരു ഓപ്പറേറ്ററാണ്, ഓപ്പറേറ്ററായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്ര സബ്സ്റ്റിറ്റ്യൂഷനായി? 7 ഉണ്ട്, 8 ഉണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുക? ഇക്വേഷൻ 7നെയും 8നെയും നമ്മുടെ 6ലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ ഡോ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ വൈ സ്ക്വയർ ഇതിന് വല്ല ഡെൽ ഇട്ട് കൊടുക്കുന്നു. ഒമേഗ സ്ക്വയർ ബൈ യു സ്ക്വയറിന് പകരം 2π ബൈ ലാംഡയുടെ സ്ക്വയർ അത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പം നമുക്ക് ഫൈനലി അത്രയും സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും del square psi is equal to 4π square by lambda square psi is equal to 0 എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 9. ഇനിയും നമ്മൾ ഈ ഒരു മൊഡ്യൂളിൻ്റെ ഏറ്റവും ഫസ്റ്റിൽ നമ്മുടെ ലെക്ചേഴ്സിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ് പഠിച്ചല്ലോ. അതിൽ നിന്ന് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ലാംഡ ഇസ് ഈക്വൽ ടു h/p അല്ലെങ്കിൽ h/mv എന്ന് നമ്മൾ പഠിച്ചു. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലാംഡ ഇസ് ഈക്വൽ ടു h/mv ആണെന്നറിയാം. നമുക്ക് ഇവിടെ വേണ്ടത് എന്താ? ലാംഡ സ്ക്വയർ ആണ്. അപ്പോൾ ലാംഡ സ്ക്വയർ കണ്ടുപിടിച്ചു. ലാംഡ സ്ക്വയർ h സ്ക്വയർ എന്ന് h സ്ക്വയർ ബൈ m സ്ക്വയർ v സ്ക്വയർ എന്ന് കിട്ടി. ഈ റിലേഷൻ ഇക്വേഷൻ നമ്പർ 9ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. സോ ഡെൽ സ്ക്വയർ സൈ ഇസ് പ്ലസ് 4π സ്ക്വയർ m സ്ക്വയർ v സ്ക്വയർ ബൈ h സ്ക്വയർ സൈ ഇസ് ഈക്വൽ ടു 0. ലാംഡ സ്ക്വയറിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഇക്വേഷൻ നമ്പർ 10 എന്ന് കിട്ടി. ഓക്കെ, അതവിടെ കിടക്കട്ടെ. ഇനി നമുക്കറിയാം if E and V are total energy and potential energy. ക്യാപിറ്റൽ ഇനെ നമ്മൾ ടോട്ടൽ എനർജി ആയിട്ടും
ക്യാപിറ്റൽ വിനെ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കണക്കാക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ടോട്ടൽ എനർജി ഇ ഈസ് ഈക്വൽ ടു എന്താ, കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, ഇ മൈനസ് വി എന്ന് കിട്ടും. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം ഹാഫ് എം വി സ്ക്വയർ ആണ്. ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇ മൈനസ് വി എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യാം, ഹാഫ് എം വി സ്ക്വയറിനകത്തെ എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, 2 ഇൻറ്റു ഇ മൈനസ് വി എന്ന് എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബോത്ത് സൈഡ് എൽ എച്ച് എസും ആർ എച്ച് എസും എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം എം സ്ക്വയർ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2m ഇ മൈനസ് വി എന്ന് കിട്ടും. ഇത് ഇക്വേഷൻ നമ്പർ 11 ആയിട്ട് എഴുതി. യൂസ് ഓഫ് ഇക്വേഷൻ 11 ഇൻ ഇക്വേഷൻ 10. അപ്പം നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്ന ഇക്വേഷൻ 10ലേക്ക് ഇക്വേഷൻ 11നെ യൂസ് ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും, ഡെൽ സ്ക്വയർ സൈ പ്ലസ് 8 പൈ സ്ക്വയർ എം ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് വി സൈ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനിയും ഈ 8 പൈ സ്ക്വയർ ബൈ എച്ച് സ്ക്വയറിനെ നമുക്ക് ഇത് കണ്ടോ, ഞാനിവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് പോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ നമ്മുടെ ടൈം ഇൻഡിപെൻഡന്റ് ഷ്രോഡിംഗർ ഇക്വേഷനിലേക്ക് നമുക്ക് എത്താം. എന്താ ചെയ്തത്, 8 പൈ സ്ക്വയർ ബൈ എച്ച് സ്ക്വയറിനെ 2 ഇൻറ്റു 4 പൈ സ്ക്വയർ ബൈ എച്ച് സ്ക്വയർ എന്ന് എഴുതി, തെറ്റില്ലല്ലോ. ഇനിയും 2 ഇൻറ്റു എച്ച് സ്ക്വയറിന്റെ ഡിനോമിനേറ്ററിൽ കൊണ്ടുവന്നു 4 പൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, ഇത് റെസിപ്രോക്കൽ എടുത്ത് അത് നിൽക്കുന്ന അതേ ഫോമിൽ തന്നെ പോവും. ഇങ്ങനെ എഴുതിയാലും സെയിം തന്നെയാണ്. ഓക്കെ, ഇനി 2 ഇൻറ്റു എച്ച് ബൈ 4 പൈ സ്ക്വയറിനെ, എച്ച് സ്ക്വയർ ബൈ 4 പൈ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം, എച്ച് ബൈ 2 പൈ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. അങ്ങനെയാണെങ്കിൽ എച്ച് ബൈ 2 പൈ നമുക്കറിയാം എന്തായിരുന്നു, എച്ച് കട്ട് ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ 2 ഇൻറ്റു 1 ബൈ എച്ച് കട്ട് സ്ക്വയർ എന്ന് എഴുതാം നമുക്ക് ആരെ, 8 പൈ സ്ക്വയർ ബൈ എച്ച് സ്ക്വയറിനെ. അപ്പോൾ ഫൈനലി 8 പൈ സ്ക്വയർ ബൈ എച്ച് സ്ക്വയറിനെ നമ്മൾ എന്തെഴുതി, 2 ബൈ എച്ച് കട്ട് സ്ക്വയർ എന്ന് എഴുതി. അങ്ങനെ നമുക്ക് ഫൈനലി ഡെൽ സ്ക്വയർ സൈ പ്ലസ് 2m ബൈ എച്ച് കട്ട് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് വി സൈ ഇസ് ഈക്വൽ ടു 0. ഇതാണ് ടൈമിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ. ഇതിനകത്ത് സൈ എന്ന് പറയുന്നത് വേവ് ഫംഗ്ഷൻ ആണ്, എന്താ ഇയും വിയും എനർജി ടേംസ് ആണ് ഒക്കെ നമുക്കറിയാം അല്ലേ. ഇനിയും ഇതിനകത്ത് ഒറ്റ കാര്യം കൂടെ നമുക്ക് എഴുതാം, അത് അടുത്ത സ്ലൈഡിൽ നോക്കാം. ഒരു ഫ്രീലി മൂവിങ് പാർട്ടിക്കിൾ, ഒരു ഫ്രീ പാർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എപ്പോഴും 0 ആണ്. അങ്ങനത്തെ കേസിൽ ഈ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം, ചിലപ്പോൾ നിങ്ങൾക്ക് ടൈം ഇൻഡിപെൻഡന്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ ചോദിക്കുന്ന കൂട്ടത്തിൽ ഫ്രീ പാർട്ടിക്കിളിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാമെന്ന് ചോദിക്കും. അപ്പം നമ്മൾ പഠിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ നിൽക്കരുത്, ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ ഇതാണ് ടൈം ഇൻഡിപെൻഡന്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ ഫോർ ഫ്രീ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ചെയ്ത് പഠിച്ചെങ്കിലേ പറ്റൂ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ടൈം ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ നോക്കാം. ടൈം ഡിപ്പെൻഡന്റ് ഷ്രോഡിംഗർ ഇക്വേഷനും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സൈ ഇസ് ഈക്വൽ ടു സൈ 0 ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി. നമ്മൾ ഇൻഡിപെൻഡന്റ് സ്റ്റാർട്ട് ചെയ്ത അതേ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഡോ സൈ ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു സൈ 0 ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി ഇൻറ്റു ഐ ഒമേഗ കിട്ടി. ഒമേഗ ഇസ് ഈക്വൽ ടു 2 പൈ മ്യൂ ആണെന്നറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇക്വേഷൻ അപ്പം എന്തായിട്ട് മാറും, ഡോ സൈ ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു സൈ 0 ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി ഇൻറ്റു ഒമേഗയ്ക്ക് പകരം നമ്മൾ മൈനസ് ഐ ഇൻറ്റു 2 പൈ മ്യൂ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇതൊന്ന് റീഅറേഞ്ച് ഒക്കെ ചെയ്ത് എഴുതുമ്പോഴത്തേക്കും ഡോ സൈ ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, സൈ 0 ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി എന്ന് പറയുന്നത് എന്താ, സൈ ആണെന്നറിയാം അല്ലേ. പിന്നെ സൈ പിന്നെ മൈനസ് ഐ 2 പൈ മ്യൂ, ഇത്രയേ ഉള്ളൂ ഇക്വേഷൻ നമ്പർ 3. ഇനിയും ഇ ഇസ് ഈക്വൽ ടു എച്ച് മ്യൂ ആണെന്ന് നമുക്കറിയാം അല്ലേ, എനർജി ഫോട്ടോൺ എനർജി ഇ ഇസ് ഈക്വൽ ടു എച്ച് മ്യൂ ആണെന്നറിയാം. ഇതിനകത്ത് മ്യൂ ഇസ് ഈക്വൽ ടു ഇ ബൈ എച്ച്, ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു എനർജി ബൈ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എച്ച് ആണെന്നുള്ളത് അറിയാം. ഈ ഇക്വേഷൻ നമ്പർ 4 ഈ ഇക്വേഷനെ നമ്മൾ 3ലേക്ക്, അപ്പം നമുക്ക് എന്ത് കിട്ടി, ഡോ സൈ ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു മൈനസ് ഐ ഇൻറ്റു 2 പൈ ഇ ബൈ എച്ച് സൈ എന്ന് നമുക്ക് കിട്ടി. ഇനി ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. റീഅറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, നമുക്കിത് എച്ച് കട്ട് വരുന്ന രീതിയിലാക്കണം. അപ്പോൾ എച്ച് കട്ട് വരണമെങ്കിൽ എച്ച് ബൈ 2 പൈ വരണം.
ഓൾറെഡി നമ്മളുടെ ഇക്വേഷനെ നമുക്ക് എങ്ങനെയെങ്കിലും ആ ഒരു രീതിയിലേക്ക് എത്തിക്കാമോ, പക്ഷെ ഇക്വേഷനിൽ വേറെ മാറ്റങ്ങളും വരാൻ പാടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ന്യൂമറേറ്ററിൽ കിടക്കുന്ന 2πനെ ഇങ്ങനെ ഡിനോമിനേറ്ററിൽ കൊണ്ടുവരാമല്ലോ, എച്ചിൻ്റെ ഡിനോമിനേറ്ററിൽ കൊണ്ടുവരണം. അപ്പോൾ അതാരാവും, റെസിപ്രോക്കൽ എടുത്ത് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ന്യൂമറേറ്ററിൽ ഇരിക്കും. അപ്പോൾ ഇതിവിടെ കിടന്നാലും ന്യൂമറേറ്ററിൽ കിടന്നാലും ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു മൈനസ് ഇൻറ്റു ഇ ബൈ എച്ച് ബൈ 2π സൈ എന്ന് എഴുതാം. ഇനി എച്ച് ബൈ 2πനെ നമുക്ക് എഴുതാം എച്ച് കട്ട് എന്ന് എഴുതാം. സോ ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു മൈനസ് ഐ ഇൻറ്റു ഇ ബൈ എച്ച് കട്ട് സൈ എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യാം, നമ്മുടെ LHSിലൊന്നും നമ്മൾ ചെയ്യത്തില്ല. RHSനെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലും നമ്മൾ ഐ കൊണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ന്യൂമറേറ്ററിലും ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിനോമിനേറ്ററിലും ഐ കൊണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം നമുക്ക് എന്ത് കിട്ടും, ഐ സ്ക്വയർ എന്ന് പറയുന്നത് -1 ആണ്. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയിട്ട് മാറും, താഴത്തെ ഐ അവിടെ തന്നെ കിടക്കും. അപ്പോൾ ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, ഇ സൈ ബൈ ഐ എച്ച് കട്ട് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനിയും ഈ ഇക്വേഷനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്തു. റീഅറേഞ്ച് ചെയ്യുമ്പം ഇ സൈ ഈസ് ഈക്വൽ ടു ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ ടി എന്ന് കിട്ടും. ഇതാണ് ഇത് ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ. ഇപ്പം ഇത്രയും കിട്ടി, നമ്മൾ ഏകദേശം എത്തി. ഇനി നമുക്കറിയാം ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ട്. എന്തായിരുന്നു, ഡെൽ സ്ക്വയർ സൈ പ്ലസ് 2m ബൈ എച്ച് സ്ക്വയർ ഇ മൈനസ് വി സൈ ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്കറിയാം. ഈ സൈനെ നമ്മൾ ബ്രാക്കറ്റിനകത്തേക്ക് കൊടുത്തു, ഇക്കും വിക്കും ബ്രാക്കറ്റിനുള്ളിലേക്ക് കൊടുത്തു. ഓക്കെ, കൊടുത്തു കഴിഞ്ഞിട്ട് എന്തിനാണ് നമ്മൾ കൊടുത്തത്, ഈ സൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഈ സൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഡെൽ സ്ക്വയർ സൈ പ്ലസ് 2m ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഈ സൈനെ നമുക്ക് എങ്ങനെ എഴുതാം, ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ ടി മൈനസ് വി സൈ ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്യും. ഡെൽ സ്ക്വയർ സൈ മാത്രം ഇവിടെ ഇട്ടിട്ട് ബാക്കി എല്ലാ ടേംസിനെയും നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. അപ്പം ഇത് പ്ലസ് എൻറ്റയർ ടേം ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് ഓഫ് 2m ബൈ എച്ച് കട്ട് സ്ക്വയർ, ബാക്കി ടേമുകളെല്ലാം അതേപോലെ തന്നെ. ഇനി ഒന്നും കൂടി ഇവിടെ എല്ലാം നമ്മൾ റീഅറേഞ്ച്മെന്റ് ചെയ്യാം. മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഡെൽ സ്ക്വയർ സൈ ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്തു, കട്ടൊക്കെ ചെയ്യാനുള്ളതെല്ലാം കട്ട് ചെയ്തു, നമുക്കിങ്ങനെ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ എത്തി. മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഡെൽ സ്ക്വയർ സൈ, ഇവിടെ കിടന്ന വി സൈ മൈനസ് വി സൈനെ ഇപ്പുറത്തേക്ക് വന്നു, പ്ലസ് വി സൈ ആയി ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ ടി. ഇനിയും ഇവിടെ രണ്ടിടത്തും LHSൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ടിടത്തും സൈ ഉണ്ട്, അതുകൊണ്ട് സൈനെ കോമൺ ആയിട്ട് എടുക്കും. അപ്പോൾ മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഡെൽ സ്ക്വയർ പ്ലസ് വി ഇൻറ്റു സൈ ഈസ് ഈക്വൽ ടു ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ ടി എന്ന് നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് കുറച്ച് ഓപ്പറേറ്റേഴ്സും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ കിട്ടും. ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ ടി എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് അറിയാവുന്ന ടേമാണ്, ഇ സൈ ആണെന്നുള്ളത് അറിയാം. RHSൽ കിടക്കുന്ന ടേം, LHSൽ കിടക്കുന്ന ടേം എന്താകും എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇതിനകത്ത് ഈ ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്ന ടേമിനെയാണ് നമ്മൾ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്ന് വിളിക്കുക. മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഡെൽ സ്ക്വയർ പ്ലസ് വി, ഇതിനെയാണ് നമ്മൾ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ എച്ച് എന്ന് നമ്മൾ വിളിക്കുക. അപ്പോൾ അത്രയും കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കംപ്ലീറ്റ് ഇക്വേഷൻ കിട്ടി. അപ്പോൾ എന്തായി, LHSൽ HSI ആയി ഈസ് ഈക്വൽ ടു RHSൽ ESI ആയി. അപ്പോൾ HSI ഈസ് ഈക്വൽ ടു ESI. ഇതാണ് ടൈം ഡിപ്പെൻഡന്റ് ഷ്രോഡിംഗർ. ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, കണ്ടോ ഇവിടെ ടൈമിന്റെ ഒരു ടേം വന്നിട്ടുണ്ട്, അതാണ് നമ്മുടെ ESI എന്ന് പറയുന്നത്. അപ്പോൾ ടൈം ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഷ്രോഡിംഗർ വേവ് ഇക്വേഷനും ടൈം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഷ്രോഡിംഗർ ഇക്വേഷനും എളുപ്പമാണ്, ചെയ്ത് നോക്കി പഠിച്ചിട്ട് പോകാട്ടോ. അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇനി അടുത്തത് പാർട്ടിക്കിൾ ഇൻ എ 1 ഡയമെൻഷണൽ ബോക്സ് ആണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരുപാടിനകത്ത് കാര്യങ്ങൾ ചെയ്യാനും ഉണ്ട്. അപ്പം ഇതും ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് ഇൻവോൾവ് ചെയ്തത്. അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും കൂടി ഇൻവോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ലെക്ചർ ഭയങ്കര നീണ്ടുപോകും കേട്ടോ.
അപ്പം ഇത് ഇത്രയും കാര്യങ്ങൾ എങ്കിലും നിങ്ങൾ ഈ ഒരു മൊഡ്യൂളിനകത്തുനിന്ന് നോക്കിയിട്ട് പോകണം. പിന്നുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, അത് ഞാൻ ലാസ്റ്റിൽ പറയാം. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടൊക്കെ പോവാം. ഓക്കെ, അപ്പം നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് പാർട്ടിക്കിൾ ഇൻ എ 1 ഡയമെൻഷണൽ ബോക്സ് ആണ്. ഒരു 1D ബോക്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഇതിനകത്തൊരു പാർട്ടിക്കിൾ ട്രാപ്ഡ് ആണ്. ഇതിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? എക്സ് ആക്സിസിൽ മാത്രം, എക്സ് ഇസ് ഈക്വൽ ടു 0 തൊട്ട് എക്സ് ഇസ് ഈക്വൽ ടു എൽ എന്ന് പറയുന്ന ഈ ഒരു ലെങ്ത്തിൽ എക്സ് ഡയറക്ഷനിൽ മാത്രം മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടിക്കിൾ ആണ്. പൊട്ടൻഷ്യൽ അകത്ത് ഈ ഒരു വെല്ലായിട്ട് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെ ഒരു ബോക്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇൻസൈഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഔട്ട്സൈഡിൽ കണ്ടോ, രണ്ട് എൻഡിലും പൊട്ടൻഷ്യൽ ഇൻഫിനിറ്റി ആയിരിക്കും. പിന്നെ ഇവിടെ കൊളീഷൻ നടക്കുന്നുണ്ട്, നമ്മുടെ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നുണ്ട്, വോളിൽ ചെന്ന് ഹിറ്റ് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്, ഇവിടെ ഭിത്തിയിൽ ചെന്ന് ഇടിക്കുന്നുണ്ട്. പക്ഷെ അത് കൊളീഷൻ എന്താ? ഇലാസ്റ്റിക് കൊളീഷൻ ആണ്, എനർജി ലോസ് ഒന്നും സംഭവിക്കുന്നില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ പറയുക. ഇനിയാണ് നമ്മൾ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ വി ഇസ് ഈക്വൽ ടു 0 എവിടം തൊട്ടാണ്? വി ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എവിടം തൊട്ടാണ്? അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ, പാർട്ടിക്കിളിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് എന്തുണ്ട്? വേവ് ഉണ്ട്. വേവ് ഉണ്ടെങ്കിൽ വേവ് ഫംഗ്ഷൻ ഉണ്ട്. വേവ് ഫംഗ്ഷൻ വരുവാണെങ്കിൽ അവിടെ ഷ്രോഡിംഗർ ഇക്വേഷൻ വരും. നോക്കിക്കോ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഡെൽ സ്ക്വയർ, നമ്മൾ ആദ്യം ടൈം ഇൻഡിപെൻഡന്റ് ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, അത് എഴുതുക. ഡെൽ സ്ക്വയർ സൈ പ്ലസ് 8 പൈ സ്ക്വയർ എം എച്ച് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് വി സൈ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇൻസൈഡ് ദ പാർട്ട് പൊട്ടൻഷ്യൽ ആണ് നോക്കുന്നത്, വെല്ലിനുള്ളിലെ പൊട്ടൻഷ്യൽ. വെല്ലിനുള്ളിലെ പൊട്ടൻഷ്യൽ നമുക്കറിയാം, വി ഇസ് ഈക്വൽ ടു എന്താണ്? 0 ആണെന്നറിയാം. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഡെൽ സ്ക്വയർ സൈ ബൈ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് 8 പൈ സ്ക്വയർ എം ഇ ബൈ എച്ച് സ്ക്വയർ സൈ ഇസ് ഈക്വൽ ടു 0. വി അങ്ങ് പോയി, അത്രയേ ഉള്ളൂ. ഇനിയും ഇതിനകത്ത് നമുക്ക് ഇതിങ്ങനെ കിടന്നു കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ കൊടുത്ത് ചെയ്ത് വരുമ്പോഴത്തേന് ബുദ്ധിമുട്ടാണ്. നമുക്കിതിനെ ഭയങ്കര ഷോർട്ടാക്കി എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 8 പൈ സ്ക്വയർ എം ഇ ബൈ എച്ച് സ്ക്വയർ എന്ന് പറയുന്ന ഈ എൻറ്റയർ ടേം, കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാം കോൺസ്റ്റന്റുകളാണല്ലോ, എനർജിയും പൈയും എച്ചും ഒക്കെയാണല്ലോ. നമ്മൾ ഇതിനെ കെ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ അങ്ങ് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെയും തൊട്ട് നമ്മൾ ഈ 8 പൈ സ്ക്വയർ എം ഇ ബൈ എച്ച് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നീട്ടി ഉപയോഗിക്കത്തില്ല, പകരം നമ്മൾ കെ സ്ക്വയർ എന്നായിരിക്കും യൂസ് ചെയ്യുക. സോ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ സൈ ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് ഷോർട്ട് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ കിട്ടി. ഇതായിരിക്കും നമുക്ക് അപ്രോപ്രിയേറ്റ് ചെയ്ത് പോവാൻ. അപ്പം നമുക്കറിയാം, ഇപ്പം ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമിലല്ലേ, ഡി സ്ക്വയർ എഫ് ബൈ ഡി എക്സ് സ്ക്വയർ, ഇവിടെ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ എഫ്, ഇവിടെ കെ സ്ക്വയർ സൈ. അപ്പം ഇങ്ങനെയുള്ളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ് പ്ലസ് ബി കോസ് കെ എക്സ് എന്ന് എഴുതാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ സൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ് പ്ലസ് ബി കോസ് കെ എക്സ് എന്ന് നമുക്ക് എഴുതാം. ഇനിയും ഇവിടെ എയും ബിയും എന്ന് പറയുന്നത് കോൺസ്റ്റന്റുകളാണ്. നമ്മൾ എപ്പോഴും ഒരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ കോൺസ്റ്റന്റുകൾ ഉണ്ടെങ്കിൽ കോൺസ്റ്റന്റിന്റെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. നമ്മൾ ഇനിയും ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിച്ച് നമ്മളൊരു പ്രോപ്പർ ഇക്വേഷൻ എടുക്കാൻ പോവുകയാണ്. അപ്പം ഈ കോൺസ്റ്റന്റിന്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യും. ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വേവിന്റെ ഫംഗ്ഷൻ പൊട്ടൻഷ്യൽ വെല്ലിനകത്തും വെല്ലിന് പുറത്തും ഉള്ള അതാണ് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു 0, എക്സ് ഇസ് ഈക്വൽ ടു എൽ, അതാണ് നമ്മുടെ ബൗണ്ടറീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം രണ്ട് ബൗണ്ടറീസ് ആണുള്ളത്, എക്സ് ഇസ് ഈക്വൽ ടു 0യും എക്സ് ഇസ് ഈക്വൽ ടു എല്ലും. പാർട്ടിക്കുലർ ബോക്സിനകത്താണ്. അപ്പം ഇവർ ബൗണ്ടറിയിൽ കാണാനുള്ള കണ്ടീഷൻസ് വളരെ കുറവാണ്, എപ്പോഴും പാർട്ടിക്കുലർ ബോക്സിന് ഉള്ളിലാണ് കാണാൻ സാധ്യത. ഇതിൻ്റെ ബൗണ്ടറികളിൽ നമ്മൾ പാർട്ടിക്കിൾ ഇല്ല, അല്ലെങ്കിൽ അവിടെ ഒരു വേവ് ഇല്ല എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0യിൽ സൈ ഓഫ് എക്സ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 0 ആയിട്ട് നമ്മൾ പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ അറ്റ് ദ വോൾ എന്ന് പറയുന്നത് 0 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? a sin kx plus b cos kx അങ്ങനല്ലേ നമ്മൾ എഴുതിയത് psi എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ psi എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പൊ 0 a sin kx, x എന്ന് പറയുന്നത് 0 ആണ്. അപ്പം k ഇൻറ്റു 0 k ഇൻറ്റു 0, അപ്പൊ a sin 0 പ്ലസ് b cos 0 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം, നോക്കിക്കേ, ഈ രണ്ട് ടേംസ് എയും ഉണ്ട് സൈൻ 0യും ഉണ്ട്, ബിയും ഉണ്ട് കോസ് 0യും ഉണ്ട്. 0 പ്ലസ് 0 വന്നെങ്കിൽ എന്തായാലും നമുക്ക് 0 ആവത്തുള്ളൂ അല്ലേ? അപ്പം സൈൻ 0 എന്തായാലും 0 ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പം എ 0 ആവാനുള്ള പോസിബിലിറ്റീസ് വളരെ കുറവാണ് അല്ലേ? ഏതെങ്കിലും ഒരു ടേം 0 ആയാൽ പോരെ മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ. അപ്പൊ സൈൻ 0 ഓൾറെഡി 0 ആണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് എ 0 ആണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ നോക്കിക്കേ, കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പം ഒരിക്കലും കോസ് 0 ആവത്തില്ലല്ലോ, കോസ് 0 1 ആണല്ലോ. അപ്പൊ ആരായിരിക്കും 0 ആവുന്നത്? ഉറപ്പായിട്ടും നമുക്കിവിടെ പറയാം ബി ആണ് 0 ആവുന്നത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കോൺസ്റ്റന്റ് ബി എന്ന് പറയുന്ന കോൺസ്റ്റന്റിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷെ എ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. എക്ക് പോസിബിലിറ്റീസേ ഉള്ളൂ, ചിലപ്പം 0 ആവാം, പക്ഷെ മോസ്റ്റ് പ്രോബബിലി അത് 0 അല്ല. കാരണം സൈൻ 0 ആയതുകൊണ്ടാണ് ആ ടേം 0 ആയത്, അല്ലാതെ എ 0 ആയതുകൊണ്ടല്ല. അപ്പൊ നമുക്കിവിടെ ബി ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ കോൺസ്റ്റന്റ് കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത ബൗണ്ടറി കണ്ടീഷൻ ചെയ്ത് കൊടുക്കുകയാണ്. പക്ഷെ ഇവിടെ നമുക്ക് കോൺസ്റ്റന്റ് അല്ല കിട്ടുന്നത്, നമുക്ക് ഇവിടുന്ന് വേറെ കുറച്ച് കാര്യങ്ങളാണ് കിട്ടുന്നത്. Again we have psi of x is equal to 0 at x is equal to l. രണ്ടാമത്തെ ബൗണ്ടറി x is equal to l എന്ന് പറയുന്ന ബൗണ്ടറിയിൽ psi of x 0 ആണ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ a sin kl plus b cos kl is equal to 0 എന്ന് നമ്മൾ എഴുതി. ഇവിടെ ഇതും 0 ആവണം, ഇതും 0 ആവണം അല്ലെ? രണ്ട് ഫംഗ്ഷൻസും 0 ആവണം, എങ്കിലേ ഇത് 0 ആവത്തുള്ളൂ. ബി കോസ് കെയിലിനെ നമുക്ക് 0 ആക്കാം. എങ്ങനെ? ഈ ഓൾറെഡി 0 ആണെന്ന് നമുക്ക് കിട്ടി. അപ്പൊ ഈ ടേം 0 ആയി. ഇനി നമുക്ക് ഇവിടെ എന്താ 0 ആക്കേണ്ടത്? എ സൈൻ കെ എൽ 0 ആവണം അല്ലെ? അപ്പൊ എ സൈൻ കെ എൽ ഇസ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടുന്നും നമുക്ക് എ 0 ആണെന്ന് പറയാനും പറ്റത്തില്ല, കെ എൽ സൈൻ കെ എല്ലും 0 ആണെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ നമുക്ക് ഇവിടുന്ന് കുറച്ച് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. എന്താന്ന് നോക്കാം. A sin KL is equal to 0 implies sin KL എക്ക് ഒരിക്കലും 0 ആവാൻ പറ്റത്തില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ ഇവിടെ ആര് 0 ആവാൻ സാധ്യതയുണ്ട്? sin KL 0 ആവാനാണ് സാധ്യത കൂടുതൽ. സൈനിന്റെ ഏതൊക്കെ വാല്യൂസ് ആണ് സീറോസ് നമുക്ക് കിട്ടുന്നത്? സൈനിന്റെ അപ്പൊ നമുക്ക് കിട്ടും KL is equal to sin inverse 0 അല്ലെ? സൈനിന്റെ ഏതൊക്കെ വാല്യൂസിൽ 0 വരാം? അപ്പൊ നമുക്ക് കിട്ടും n പൈ അല്ലെ? പൈ 2 പൈ 3 പൈ പോലുള്ള വാല്യൂസിലാണ് സൈനിന് നമുക്ക് 0 കിട്ടുന്നത്. അപ്പം KL is equal to n പൈ എന്ന് നമുക്ക് കിട്ടി. K is equal to അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? n പൈ ബൈ l എന്ന് നമുക്ക് K യുടെ ഒരു വാല്യൂ നമുക്ക് കിട്ടും. അപ്പം K is equal to n പൈ l, വേറെ n is equal to 1 2 3 ഇൻഡിജേഴ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഇവിടുന്ന് നമ്മൾ ഓൾറെഡി കെക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 8 പൈ സ്ക്വയർ എം ഇ ബൈ എച്ച് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് എഗെയിൻ കെ ഇസ് ഈക്വൽ ടു എൻ പൈ എൽ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാമല്ലോ. രണ്ടും കെ സ്ക്വയർ ആയി, രണ്ടിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്തു. ഇവിടുന്ന് 8 പൈ സ്ക്വയർ എം ഇ ബൈ എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ പൈ സ്ക്വയർ ബൈ എൽ സ്ക്വയർ എന്ന് കിട്ടും. ഇതിന് എനർജി ഇ ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ എച്ച് സ്ക്വയർ ബൈ 8 എം എൽ സ്ക്വയർ. അപ്പം നമ്മൾ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ വന്നതാണ്, പക്ഷെ നമുക്ക് കോൺസ്റ്റന്റ് അല്ല കിട്ടിയത്, നമുക്ക് എനർജിയുടെ വാല്യൂ ആണ് കിട്ടുന്നത്. കണ്ടോ? അപ്പം ഇവിടെ നമുക്ക് എനർജി ഇ എൻ ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഓരോ ലെവല് എന്നിന് 1 കിട്ടുമ്പം എനർജിയുടെ വാല്യൂ എന്താണ്, എന്നിന് 2 കിട്ടുമ്പോൾ എന്താണ്, അങ്ങനെ നമുക്കൊരു വാല്യൂ ഇവിടെ കിട്ടുവാണ്. ഇതിനെയാണ് നമ്മൾ ഏഗൺ വാല്യൂസ് എന്ന് വിളിക്കുക. Thus it can be concluded that in an infinite potential well, particle cannot have an arbitrary energy. കണ്ടോ? അപ്പോൾ ഒരിക്കലും പൊട്ടൻഷ്യൽ വെല്ലിൽ ഇരിക്കുന്ന പാർട്ടിക്കിളിന് ചുമ്മാ ഒരു എനർജി അങ്ങ് എടുക്കാൻ പറ്റത്തില്ല. പാർട്ടിക്കിളിന് ഓരോ ലെവലുകളുണ്ട്. കണ്ടോ? നമ്മുടെ ഈ ഒരു പൊട്ടൻഷ്യൽ വെല്ലിൽ പാർട്ടിക്കിൾ ഇരിക്കുമ്പം ഒന്നെങ്കിൽ അത് ഈ ഒരു ലെവലിൽ നമ്മുടെ ബേസിക് ലെവലിൽ ഇവിടെ ഇരിക്കാം, അല്ലെങ്കിൽ E1 E2 E3 E4. കണ്ടോ? ഈ ഓരോ ലെവലിലായിരിക്കും നമുക്ക് പാർട്ടിക്കിളിനെ കാണാൻ പറ്റുന്നത്.
ഈ ഓരോ പാർട്ടിക്കിൾ ഈ ഓരോ എനർജി ലെവലിലും പാർട്ടിക്കിളിന് അതിൻ്റെ കറസ്പോണ്ടിങ് എനർജി വാല്യൂസ് ഉണ്ട് അല്ലേ. ആർബിട്രറി എനർജി അല്ല, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഉണ്ട്. ആ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് EN = എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഏഗൺ വാല്യൂസ് എന്ന് വിളിക്കുക. ഓക്കെ, N എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് കിട്ടി. അപ്പോൾ ഇനിയും നമുക്ക് തീർന്നിട്ടില്ല, നമ്മൾ A കണ്ടുപിടിച്ചിട്ടില്ല. A കണ്ടുപിടിച്ച് നമുക്ക് പ്രോപ്പർ ഇക്വേഷൻ ആകും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? The wave function is given by equation 3 along with the expression of k is equal to n pi l gives. അപ്പോൾ നമുക്കറിയാം psi is equal to a sin kx plus b cos kx ആയിരുന്നു. b 0 ആയതുകൊണ്ട് ആ ടേം അങ്ങ് പോയി. അങ്ങനെയാണെങ്കിൽ psi is equal to നമുക്ക് a sin kx എന്ന് എഴുതാം. k എന്ന് പറയുന്നത് n pi l ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ psi എന്ന് പറയുന്നത് a sin n pi x by l എന്ന് നമുക്ക് കിട്ടും. ഇനിയും നമ്മൾ ഈ മൊഡ്യൂളിൻ്റെ ഫസ്റ്റിൽ പഠിച്ചിട്ടുണ്ട് എന്താ നോർമലൈസേഷൻ കണ്ടീഷൻ. നോർമലൈസേഷൻ കണ്ടീഷൻ എന്തായിരുന്നു? -∞ to ∞ mod psi n of x ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -∞ തൊട്ട് ഇൻഫിനിറ്റി വരെ നമ്മൾ വേവ് ഫംഗ്ഷൻ്റെ എന്താ ചെയ്യുക, മോഡുലസ് എടുക്കും അല്ലേ. അതെപ്പോഴും 1 ആയിരിക്കും എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഫംഗ്ഷൻ നോർമലൈസേഷൻ കണ്ടീഷൻ നമ്മളിത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നോർമലൈസേഷൻ കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ 0യ്ക്കും Lനും ഇടയിൽ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി ആണ് 1 എന്ന് പറയുന്നത് അല്ലേ. 0യ്ക്ക് ശേഷം പുറത്ത് നമുക്ക് പാർട്ടിക്കിളിനെ കാണാൻ പറ്റത്തില്ല. Lന്റെ അപ്പുറവും അതും പുറത്താണ്, അവിടെയും നമുക്ക് പാർട്ടിക്കിളിനെ കാണാൻ പറ്റത്തില്ല. നമുക്ക് എവിടെ മാത്രമേ പാർട്ടിക്കിളിനെ കാണാൻ പറ്റത്തുള്ളൂ? ഇൻസൈഡ് ദ വെല്ലാണ്. അപ്പോൾ ഈ നോർമലൈസേഷൻ ഇക്വേഷനെ നമുക്ക് നമ്മുടെ വെല്ലിൻ്റെ രീതിയിൽ മാറ്റണം. ഓക്കെ, അപ്പം നമുക്കിവിടെ എന്ത് ചെയ്യാം? -∞ to ∞ മാറ്റിയിട്ട് നമ്മുടെ വെല്ലിൻ്റെ കണ്ടീഷൻ എന്താ? 0 തൊട്ട് L വരെ. അപ്പം 0 to L സൈക്ക് പകരം നമ്മൾ a കൊടുത്തു. a² sin² n pi x by l dx = 1 എന്ന് കിട്ടും. ഇനി നിങ്ങൾക്കറിയാം ഇതൊരു സൈൻ ഫംഗ്ഷനാണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയാം. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പിന്നെ ഇത് എന്താ കൂടി പോകും. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സമയമുള്ളവർ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കുക. ഞാനിവിടെ ആൻസർ പറയാം. എക്സാമിന് ഇൻ്റഗ്രേഷൻ ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പം ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടുമ്പം നമുക്ക് L/2 ബൗണ്ടറി കണ്ടീഷനൊക്കെ ലിമിറ്റൊക്കെ ഇട്ട് കൊടുത്തു കഴിയുമ്പം L/2 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ a² L/2 = 1 എന്ന് നമുക്ക് കിട്ടും. ഇതിന് a² എന്ത് കിട്ടും? 2/l എന്ന് കിട്ടും. a = √2/l എന്ന് കിട്ടും. അപ്പോൾ എയുടെ വാല്യൂവും കിട്ടി, ബിയുടെ വാല്യൂവും കിട്ടി. ഈ ഫംഗ്ഷൻ കണ്ടുപിടിച്ചല്ലോ. psi n of x = √2/l sin n pi x by l. അപ്പോൾ വേവ് ഫംഗ്ഷനും കിട്ടി. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ പാർട്ടിക്കിളിനെ വെല്ലിനകത്തിരിക്കുന്ന ആ പാർട്ടിക്കിള് മൂവ് ചെയ്യുമ്പം അതിൻ്റെ വേവ് ഓരോ ലെവലിലും എങ്ങനെയാണ് വേവിൻ്റെ ഫംഗ്ഷൻ. നോക്കിക്കേ, n = 1 എന്ന് പറയുന്ന ലെവലിൽ നമുക്ക് ഇങ്ങനൊരു വേവ് ഫംഗ്ഷൻ ആയിരിക്കും കാണാൻ പറ്റുക. 2ൽ ഇത് ഇങ്ങനൊരു വേവ് ആയിരിക്കും. 3ൽ ഇങ്ങനൊരു വേവ് ആയിരിക്കും. ഇനി പ്രോബബിലിറ്റി ഫംഗ്ഷൻ നമ്മൾ നോക്കുക. psi² എന്ന് പറയുന്ന പ്രോബബിലിറ്റി അല്ലേ, പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് പാർട്ടിക്കിൾ. n = 1 എന്ന് പറയുന്ന കണ്ടീഷനിൽ നമുക്കിത് ഈ വേവിൻ്റെ ഈ ഉൾഭാഗം ഇവിടെ ഇത്രയാണ് മോസ്റ്റ് പ്രോബബിൾ ആയിട്ടുള്ള കേസസ് പാർട്ടിക്കിളിനെ കാണാൻ. n = 2ൽ ഈ ഷെയ്ഡഡ് ഈ രണ്ട് റീജിയൻസിൽ പാർട്ടിക്കിളിനെ കാണാനുള്ള ചാൻസസ് ആണ് നമുക്ക് കൂടുതൽ. n = 3ൽ ഇവിടെയാണ് പാർട്ടിക്കിൾസിനെ കാണാനുള്ള ചാൻസ് കൂടുതൽ. അങ്ങനെ n = 4, 5, 5 ഒക്കെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആയിട്ട് എഴുതി പഠിപ്പിക്കണം. ഇതാണ് പാർട്ടിക്കിളിനെ 1 ഡയമെൻഷണൽ ബോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും ഈ ഒരു മൊഡ്യൂളിനകത്ത് നമുക്ക് ഉള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ബ്രോഗ്ലി വേവ് ലെങ്തിൻ്റെ കൺസെപ്റ്റ് λ = h/mv ആണെന്നും പിന്നെ അതിൽ നിന്ന് നമുക്ക് ന്യൂമറിക്കൽസ് ചോദിക്കാം. വേവ് ലെങ്തിൻ്റെ ന്യൂമറിക്കൽസ് ചോദിക്കാം. പിന്നെ വേവ് ഫംഗ്ഷൻ്റെ സിഗ്നിഫിക്കൻസ്, പ്രോപ്പർട്ടീസ് ഓഫ് വേവ് ഫംഗ്ഷൻ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ, അത് പഠിക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ നോർമലൈസേഷൻ കണ്ടീഷനകത്തുനിന്ന് ചിലപ്പോൾ വേണമെങ്കിൽ പ്രോബബിലിറ്റീസ് ന്യൂമറിക്കൽസ് ചോദിക്കാം. പക്ഷെ കൂടുതലും കണ്ടിട്ടുള്ളത് ഡി ബ്രോഗ്ലി വേവ് ലെങ്തിന് ചോദിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ക്വാണ്ടം ടണലിങ് അത് ജസ്റ്റ് ഒന്ന് ചെറിയ മാർക്കിന് ചോദിക്കാൻ വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ പാർട്ട് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊന്ന് നോക്കിക്കോണം. ക്വാണ്ടം ടണലിങ് എന്താ?
നമ്മൾ ഇക്വേഷൻസ് നോക്കിയിട്ട് ഇക്വേഷൻസ് കറക്റ്റ് ചെയ്യുവാണ് അതിനകത്ത് ചെയ്യുന്നത് അല്ലേ, അതും ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. അപ്പം അത്രയും കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂൾ. അപ്പോൾ ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വിടുവേ ചെയ്യരുത്, ഇത് ഉറപ്പായിട്ടും നോക്കണം. ഓക്കെ, താങ്ക് യു.